ലോകത്ത് ഏറെ പ്രചാരത്തിലുള്ള സെമിറ്റിക് ഭാഷകളിൽപ്പെട്ട ഭാഷയാണ് അറബി ഭാഷ. ഇന്ന് UN അംഗീകരിച്ച പ്രമുഖ 6 ഭാഷകളിൽ പ്രഥമ സ്ഥാനം ഈ ഭാഷക്കുണ്ട് എന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്ന് 26 രാഷ്ട്രങ്ങളിലായിക്കൊണ്ട് 310 മില്യൺ ആളുകളാണ് ഈ അറബി ഭാഷ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന സമിതി ഈ ഭാഷയ്ക്ക് 33 വേരിയൻറ്റുകളുള്ളതായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ ഭാഷയുടെ പ്രസക്തി ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് 6-ാം നൂറ്റാണ്ടിലാണ് അറബ് വാണിജ്യ സംഘം വരുന്നതോടുകൂടി ഈ ഭാഷ എത്തിയിട്ടുള്ളത്. പിന്നീട് ഇത് ഖുർആനിൻ്റെ ഭാഷയായി ജനങ്ങൾ ഇത് സ്വീകരിക്കുകയും അതിനുശേഷം ലോകത്ത് ഇത് ഏറെ പ്രചാരം സിദ്ധിച്ചതോടുകൂടി അതിനെ മതപരമായ പരിവേഷത്തിൽ നിന്ന് വിട്ടുകൊണ്ട് അതിന് അന്തർദേശീയ പദവി കൈവരികയും അതോടുകൂടി കൂടുതൽ ആളുകൾ ഈ ഭാഷയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വാണിജ്യ മേഖലകളിലാവട്ടെ അല്ല തൊഴിൽ മേഖലകളിലാവട്ടെ എവിടെയായിരുന്നാലും കൂടുതൽ ആളുകൾ ഈ ഭാഷ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഭാഷയുടെ പ്രസക്തിയും ഇതിൻ്റെ വളർച്ചയും ലോകത്ത് എല്ലാ നിലക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഇന്ത്യയിലുള്ള വിവിധ മേഖലകളിൽ ഈ ഭാഷ വളരെ വ്യാപകമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അറബി ഭാഷയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെമിറ്റിക് ലാംഗ്വേജുകളെ കുറിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്താണ് സെമിറ്റിക് ലാംഗ്വേജ്, അതിൻ്റെ വളർച്ച പശ്ചാത്തലമൊക്കെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. സെമിറ്റിക് ലാംഗ്വേജുകൾ എന്ന് പറഞ്ഞാൽ അറേബ്യൻ പെൻസുല, അതേപോലെ തന്നെ വടക്കേ ആഫ്രിക്ക, മെസപ്പൊട്ടേമിയ ഭാഗങ്ങളിലെ പുരാതന കാലത്ത് നിലനിന്നിരുന്ന ഏറ്റവും ലാംഗ്വേജുകളെയാണ് സെമിറ്റിക് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാമ ബിൻ നൂഹിലേക്കാണ് ഇതിൻ്റെ വേരുകൾ പഠനങ്ങൾ ചെന്നെത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാമിക് ഭാഷ, ഹിബ്രു ഭാഷ, അറബിക് ഭാഷയാണ് സെമിറ്റിക് ലാംഗ്വേജുകളിൽ ഉണ്ടായിരുന്നത്. ദക്ഷിണ സെമിറ്റിക് ഭാഷകളിൽ പെട്ടതാണ് ഇവ മൂന്നും. അതിൽ തന്നെ അറബിക് ഭാഷയാണ് ഇന്ന് പ്രചാരത്തിലുള്ള ഉപയോഗത്തിലുള്ള ഭാഷകളിൽ പെട്ടിട്ടുള്ളത്. ഇസ്ലാം വരുന്നതിന് മുമ്പേ തന്നെ സെമിറ്റിക് ഭാഷകളിൽപ്പെട്ട ഈ അറബിക് ഭാഷയിലെ എഴുത്തുകളും കവിതകളും അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സെമിറ്റിക് ഭാഷകളിൽ ഇന്നും ലൈവായിക്കൊണ്ടുള്ളത് അറബിക് ഭാഷ തന്നെയാണ്. ഭാഷയെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭാഷ, പ്രത്യേകിച്ച് അറബി ഭാഷ ഇങ്ങനെ സജീവമായതോട് കൂടിയിട്ട് സാഹിത്യത്തിൻ്റെ ഒരു ഉത്ഭവം അത് എപ്രകാരമായിരുന്നു? അറബി ഭാഷയുടെ ഉത്ഭവം നമ്മൾ പറയുകയുണ്ടായി സെമിറ്റിക് ഭാഷകളിൽ നിന്നാണ് എന്നുള്ളത്. ഏകദേശം 3-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ ഈ ഭാഷ പടിപടിയായി വളർന്നു വരികയും 5-ാം നൂറ്റാണ്ടോടുകൂടി കൂടുതൽ ഇത് പ്രക്ഷോഭിതമാകുന്നൊരു സാഹചര്യവും ഉണ്ടായി. പ്രത്യേകിച്ച് 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സാഹിത്യത്തിൻ്റെ അംശം എന്ന് പറയുന്നത് അന്ന് ഇരുണ്ട യുഗമായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം കവികളുണ്ടായിരുന്നു. ആ കവികളിൽ നിന്നാണ് ഈ സാഹിത്യം ആദ്യമായിട്ട് രൂപപ്പെട്ടു വരുന്നത്. പുരാതന അറബ് സാഹിത്യമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം കവികൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഈ കവികളൊക്കെ തന്നെ ഭാഷയെ പഠിപ്പിക്കുകയും അവരുടേതായ സ്വതസിദ്ധമായ ശൈലിയിൽ അവർ കവിതകൾ രചിക്കുകയും അത് ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ജാഹിലിയ കാലഘട്ടം, ഇരുണ്ട യുഗം എന്ന് പറയുന്ന ആ കാലഘട്ടങ്ങളിലെ അങ്ങാടികളിലും മാർക്കറ്റുകളിലും വെച്ചുകൊണ്ട് ചന്തകൾ എന്നാണ് അതിന് സാധാരണ പറയാറുണ്ടായിരുന്നത്. അവിടെ അത് ആലപിക്കുകയും അതിൽ നിന്ന് അവർ നിരൂപണ വിധേയമാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അത്തരം ചന്തകളെ സംബന്ധിച്ച് ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് ഒക്കാല്, മിജന്ന, ദുൽമജാസ് പോലെയുള്ള ചന്തകളിലായിരുന്നു ഇവർ ഈ കവിതകൾ പാടുകയും ആ കവിതകൾ അവർ എഴുതി അവിടെയുള്ള പല സ്ഥലങ്ങളിലും അത് തൂക്കുകയും അതുകൊണ്ട് തന്നെ അതിന് മുഅല്ലഖാത്ത് എന്ന പേര് രൂപപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഇസ്ലാമിൻ്റെ കാലഘട്ടം വന്നതോടുകൂടി അത് കൂടുതൽ പ്രക്ഷോഭിതമാവുകയാണ് ഉണ്ടായത്. ഖുർആൻ്റെ വരവോടുകൂടി പ്രത്യേകിച്ച് ആ സാഹിത്യം ഒരു ഖുർആൻ്റെ വശങ്ങളിലേക്ക് മാറി. പ്രത്യേകിച്ച് ചില കവികളൊക്കെ തന്നെ ജാഹിലിയ കവിതകൾ രചിക്കുന്നിടത്ത് നിന്ന് മാറി
അവർ കൂടുതൽ ഇസ്ലാമിക കവിതകൾ രചിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. അതോടുകൂടി ഭാഷ കൂടുതൽ പ്രശോഭിതമാവുകയും അതിന് ക്ലാസിക്കൽ പദവി നേടുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകൻ്റെ സന്ദേശങ്ങളായിട്ടുള്ള ഹദീസുകളിലൂടെ അത് കൂടുതൽ പ്രശോഭിതമായി ആ കാലഘട്ടത്തിൽ കവിത ഗദ്യസാഹിത്യവും പദ്യസാഹിത്യവുമായി രൂപപ്പെടുകയും പിന്നീട് അത് കൂടുതൽ അതിൻ്റെ ഗദ്യസാഹിത്യങ്ങൾ വിവിധ ഇനങ്ങളായി മാറുകയും അവിടെ കഥയും കവിതയും അതുപോലെ തന്നെ സാഹിത്യവും രചനകളും ഒക്കെ ആയിക്കൊണ്ട് ലോകത്ത് അത് പ്രചുര പ്രചാരം നേടുകയും ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലാണ് പിന്നീട് ഭാഷ അവിടെ നിന്ന് അങ്ങോട്ട് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് 5-ാം നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങി 6-ാം നൂറ്റാണ്ട് മുതൽ പിന്നീട് വളർന്ന് ഈ നൂറ്റാണ്ട് വരെ എത്തുകയും ഈ രൂപത്തിലുള്ള വലിയ പ്രചാരം ഭാഷയ്ക്ക് നേടുകയും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അറബി ഭാഷ ഇന്നൊരു അന്താരാഷ്ട്ര ഭാഷയായിട്ട് മാറി, വാണിജ്യ ഭാഷയായിട്ട് മാറി. അപ്പം അതുകൊണ്ട് അറബിക്ക് കൈവന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? ചോദ്യം അറബി ഭാഷ വാണിജ്യ ഭാഷയായതുകൊണ്ട് ഭാഷയ്ക്ക് വന്ന മേന്മകളെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ ഡോക്ടർ ഷക്കീബ് സർ പറഞ്ഞിട്ടുണ്ട്. 26 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് അറബിക് ഭാഷ. 310 മില്യൺ ആളുകളാണ് അറബിക് ഭാഷ സംസാരിക്കുന്നത്. ഇത്രയും ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷ UN അംഗീകരിച്ച 6 ഭാഷകളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഷ എന്നുള്ള രൂപത്തിൽ വാണിജ്യ രംഗത്തും ഈ ഒരു ഭാഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം കൈവന്നിട്ടുണ്ട്. ഈ അറേബ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ 26 രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള അറബി മതഭാഷയായിട്ട് സംസാരിക്കുന്ന ആളുകളും ഇതിനെ വാണിജ്യ രംഗത്തും കൃത്യമായി ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. വാണിജ്യ കേന്ദ്രങ്ങൾ ഇന്ന് വ്യാവസായിക രംഗത്ത് അതുപോലെയുള്ള സാധ്യതകൾ അറബി ഭാഷയ്ക്ക് എല്ലാ മേഖലകളിലും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു പഠനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഷക്കീബ് സർ, നമ്മൾ ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സാഹിത്യ മേഖലകൾ ഒരു കൃത്യമായൊരു വളർച്ച വന്നിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ആധുനിക കാലഘട്ടത്തിൽ? ഭാഷ സാഹിത്യം എന്ന് പറയുന്നത് ആധുനിക ലോകത്ത് വളരെ വലിയ വളർച്ചയ്ക്ക് രംഗം നിർവഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണ് എങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത് ഗദ്യസാഹിത്യവും പദ്യസാഹിത്യവുമായിട്ടാണ് ലോകത്ത് എല്ലാ ഭാഷകളിലും വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഗദ്യ സാഹിത്യത്തിൻ്റെ മേഖല നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ നോവല്, നാടകം, അതുപോലെ തന്നെ കത്തെഴുത്ത്, പിന്നീട് ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായ രൂപത്തിലുള്ള സാഹിത്യ മേഖലകളിലൊക്കെ തന്നെ വലിയ വികാസം ഈ ഗദ്യസാഹിത്യത്തിനുണ്ടായിട്ടുണ്ട്. പദ്യമേഖലകളിലാണ് എങ്കിൽ വിവിധ ലക്ഷ്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്യങ്ങൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന മുഅല്ലഖാത്ത് എന്ന് പറയുന്നത് അവരുടെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള കവിതകൾ അവർ കൃത്രിമമായി രചിക്കുന്നതായിരുന്നില്ല. അവരുടെ നൈസർഗികമായ കഴിവുകളിൽ നിന്ന് പുറത്തു വരുന്നുകൊണ്ടിരുന്ന വളരെ പച്ചയായ സാഹിത്യമായിരുന്നു മുഅല്ലഖാത്തുകളിലൂടെ, അതായത് ജാഹിലിയ കാലഘട്ടങ്ങളിലെ കവിതകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ വൈകാരികമായ വിവിധങ്ങളായ പ്രകടനങ്ങൾ അതൊക്കെ സാഹിത്യ മേഖലകളിൽ, പ്രത്യേകിച്ച് കവിതയുടെ മേഖലകളിൽ നമ്മൾ പ്രതിഫലിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. സാഹിത്യ മേഖലകളിൽ, പ്രത്യേകിച്ച് പദ്യ സാഹിത്യത്തിൻ്റെ മേഖലകളിലൊക്കെ തന്നെ പ്രതിരോധ സാഹിത്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ യുദ്ധസാഹിത്യം എന്ന് പറയുന്നത്, പിന്നീട് അതുപോലെയുള്ള വിവിധങ്ങളായ സാഹിത്യ രചനകൾ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രതികരണങ്ങൾ, മനുഷ്യൻ്റെ വൈകാരികമായ ചിന്തകൾ അത് വിവിധ രൂപങ്ങളിലാണ് സാഹിത്യങ്ങളിലൂടെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും അറബി ഭാഷ അതിൻ്റേതായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ വളരെ വ്യാപനമായ ഈ കാലഘട്ടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലോകത്ത് ഏത് പ്രശ്നങ്ങളുണ്ട് എങ്കിലും അറബ് സാഹിത്യം വളരെ ക്രിയാത്മകമായി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും അത് അതിൻ്റേതായ പങ്കും അതിൻ്റേതായ ഉത്തരവാദിത്വവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ലോകത്തിൻ്റെ പൊതു പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുകയും അതിന് വളരെ കണിശമായും വളരെ കൃത്യമായും അവർ അതിൻ്റേതായ പങ്ക് നിർവഹിച്ചുകൊണ്ട് മീഡിയകളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ക്ലാസിക് രചനകൾ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ, അതേപോലെ ഇസ്ലാമിക സാഹിത്യം, ഇവ അറബി സാഹിത്യത്തിന് നൽകിയ പ്രധാനപ്പെട്ട സംഭാവനകൾ എത്രത്തോളം ഉണ്ടായിരുന്നു? പരിശുദ്ധ ഖുർആൻ ഈ സാഹിത്യ രംഗത്തേക്ക്, അറബി സാഹിത്യ രംഗത്തേക്ക് നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത്
എത്രത്തോളം എന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ഭാഷാ വിപുലീകരണത്തിനും സാഹിത്യത്തിനും ഇത്രയേറെ സംഭാവനകൾ അർപ്പിച്ച മറ്റൊരു മാധ്യമം അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതോടുകൂടെയാണ് ഭാഷാപരമായിട്ടുള്ള വിജ്ഞാനങ്ങൾ വളർന്നു വരുന്നത്. വിശുദ്ധ ഖുർആനിന് മുമ്പ് ഈ മറ്റ് കല്ലുകളിലോ പാറകളിലോ അല്ലെങ്കിൽ ഇലകളിലൊക്കെ എഴുതി വെച്ചിരുന്നതിനെ ഒരു കൃത്യമായി ക്രോഡീകരിക്കുന്ന ഒരു ആവശ്യം വിശുദ്ധ ഖുർആനിന് വേണ്ടിയാണ് ആദ്യമായിട്ട് വരുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, അതിനുശേഷം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഭാഷ വളർച്ച വിശുദ്ധ ഖുർആനിലൂടെ സംഭവിക്കുമ്പോൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വിപുലീകരിച്ചു വരുമ്പോൾ തെറ്റ് സംഭവിക്കുന്നതോടുകൂടെ, ഖുർആൻ പാരായണത്തിലെ തെറ്റ് സംഭവിക്കുന്നതോടുകൂടെയാണ് ഈ ഗ്രാമർ പോലെയുള്ള ഭാഗങ്ങൾ ഭാഷാ വളർച്ചയ്ക്ക് വേണ്ടി വരുന്നത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് അബു അസ്വദ് ദുവലിയോട് ഇതിൽ ഒരു പഠനം നടത്തുവാനും ഗ്രന്ഥം രചിക്കുവാനും വേണ്ടി പറയുന്നത്. ഇങ്ങനെയാണ് ഇസ്ലാമിക വിജ്ഞാനങ്ങൾ വളർന്നു വരുന്നത്. വിശുദ്ധ ഖുർആനിന് വേണ്ടി തഫ്സീറുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് വേണ്ടി ഉസൂലുകൾ, ഫിഖ്ഹുകൾ, ഗ്രന്ഥങ്ങളും സാഹിത്യങ്ങളും വളർന്നു വരികയുണ്ടായി. വിശുദ്ധ ഖുർആനിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അവലംബിച്ചുകൊണ്ടാണ് അന്നത്തെ സാഹിത്യങ്ങൾ വളർന്നു വന്നിട്ടുള്ളത്. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഖുതുബ എന്നുള്ള മീഡിയ, പ്രഭാഷണം എന്ന് പറയുന്നത്. അതിൻ്റെ മുൻപ് ജാഹിലിയ കാലഘട്ടങ്ങളിൽ വളരെ ചെറിയ രൂപങ്ങളിൽ ഖുതുബ ഉണ്ടായിരുന്നുവെങ്കിലും വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ ഖുർആൻ ഈ ഖുതുബ നടത്തുന്നതിൻ്റെ ആവശ്യകതയും ഉത്ബോധനത്തിൻ്റെ ഒരു ആവശ്യകത പറയുന്നതോടുകൂടെയാണ് വിപുലീകരിച്ചു വരുന്നത്. അതുപോലെ തന്നെ എഴുത്തിടപാടുകൾ, കാര്യങ്ങളൊക്കെ സാഹിത്യരംഗത്തേക്ക് പുതിയ ഒരു രൂപം നൽകുകയുണ്ടായി. അറബി ഭാഷയിലെ വിവിധ സാഹിത്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് വിവർത്തന സാഹിത്യം എന്നുള്ളത്. എന്താണ് വിവർത്തന സാഹിത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിവർത്തനത്തെ ഒരു ചരിത്ര തലത്തിൽ നോക്കിക്കാണണം എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം പൗരാണികമായിട്ട് തന്നെ മനുഷ്യർക്കിടയിൽ ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സാംസ്കാരിക പ്രക്രിയ കൂടിയാണ് വാസ്തവത്തിൽ വിവർത്തനം എന്നുള്ളത്. പുതിയ തലമുറയിലെ പല ആളുകളും ഇതിനെ നിർവചിക്കാറുണ്ട്. നിർവചന സ്വഭാവത്തിൽ അതിനെ കണക്കാക്കുമ്പോൾ അവിടെ സ്വാഭാവികമായ തലത്തിലുള്ള ഒരു നിർവചനം വന്നു ചേരുന്നത് ഒരു ഭാഷയിലുള്ള ഒരു വാക്കോ വാക്യങ്ങളോ മറ്റൊരു ഭാഷയിലേക്ക് ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അതിന് പല ആളുകളും മൊഴിമാറ്റം, ഭാഷാന്തരം വരുത്തുക, അതേപോലെ തന്നെ പരിഭാഷ നിർവഹിക്കുക, തർജ്ജമ നിർവഹിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഇതിൽ രണ്ട് ഭാഷകളാണ് സ്വാഭാവികമായിട്ട് ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. ഏത് ഭാഷയിൽ നിന്നാണോ വിവർത്തനം ചെയ്യപ്പെടുന്നതിനെ മൂലഭാഷ എന്നും ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യപ്പെടുന്നതിനെ ലക്ഷ്യഭാഷ എന്നുമാണ് പറയാറുള്ളത്. ഏതായാലും വിവർത്തന രംഗം വളരെ സജീവമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലാസിക്കൽ രചനകൾ, അതേപോലെ തന്നെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ രചനകൾ പലതും ഈ കാലം, വംശം, ദേശം, മറ്റ് പശ്ചാത്തലങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അത് വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോകം ഇന്നൊരു ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ലോകക്രമം തന്നെ ആകെ മാറിയിട്ടുണ്ട്. ഒരു ആഗോള വ്യവസ്ഥിതിയിൽ തന്നെ മാറ്റം വന്നതുകൊണ്ട് തന്നെ വിവർത്തനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അറബി മലയാളം, മലയാളം അറബി വിവർത്തനത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യവസ്ഥാപിതമായ വിവർത്തനം വന്നു ചേർന്നത് 1965 ഡോക്ടർ മുഹീദ്ദീൻ ആലുബായ് തകയുടെ ശ്രദ്ധേയമായ രചനയായ ചെമ്മീൻ അദ്ദേഹം അറബി ഭാഷയിലേക്ക് കൊണ്ടുവന്നു. അതാണ് വിവർത്തന മേഖലയിലെ ആദ്യ വിലപ്പെട്ട സംഭാവന എന്ന് പറയാവുന്നത്. പിന്നീട് ഒരു 14 വർഷം കഴിഞ്ഞ് 1979 പ്രൊഫസർ പി മുഹമ്മദ് കുട്ടിശ്ശേരി ഏറെ ശ്രദ്ധേയമായ രചനയായ ത്വാഹ ഹുസൈൻ്റെ ദുആ ഉൽ ഖർവാനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. അതിന് അദ്ദേഹം പേര് കൊടുത്തത് പാതിരാകുയിലിൻ്റെ രാഗം എന്നതായിരുന്നു. അതൊരു സുവർണ വിവർത്തനമായിട്ടാണ് മലയാളി ആളുകളൊക്കെ അതിനെ നോക്കിക്കാണുന്നത്. അതിനുശേഷം 1989 കുമാരനാശൻ്റെ വീണപ്പൂവ് എന്ന രചന അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അത് അബൂബക്കർ മൗലവി നന്മൻ്റെയാണ് നിർവഹിച്ചത്. ഇതാണ് ആദ്യ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവർത്തനങ്ങൾ. അതിനിടയ്ക്ക് നമ്മൾ ഒരു ചേർത്ത് പറയേണ്ട ഒരു കാര്യം, 1971 കാലഘട്ടത്തിൽ ജോർജ് സൈദാൻ്റെ ഫത്താത്ത് ഖസ്സാൻ എന്ന് പറയുന്ന രചനയുണ്ട്. ആ രചന KM താനേരി, അതേപോലെ MK നാലകത്ത് പോലെയുള്ള ആളുകൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഇതിലെ മൂലഭാഷയും അതേപോലെ തന്നെ ലക്ഷ്യഭാഷയും തമ്മിലുള്ള ചെറിയ വൈവിധ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിവർത്തനം അറബിയിൽ നിന്ന് ഡയറക്റ്റ് മലയാളത്തിലേക്ക് വന്നതായിരുന്നില്ല.
അത് ഇംഗ്ലീഷിലൂടെ സഞ്ചരിച്ച് മലയാളത്തിലേക്ക് എത്തിച്ചേർന്നതാണ് എന്നുള്ളതാണ് വസ്തുത. ഇതുവരെയൊക്കെയാണ് ആദ്യ കാലഘട്ടത്തിലെ ഈ ഒരു മേഖലയെ സജീവമാക്കിയ വിവർത്തകരായ ആളുകൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പശ്ചാത്തലം. നമ്മൾ ഭാഷയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വിവർത്തന സാഹിത്യത്തെക്കുറിച്ചും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറബിക് ഭാഷ മലയാള സാഹിത്യത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണത് വന്നിട്ടുള്ളത്? നമ്മൾ ഈ അറബി ഭാഷ കേരളത്തിലേക്ക് വന്നതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിലാണ് വാണിജ്യ സംഘം കേരളത്തിൽ വാണിജ്യാവശ്യാർത്ഥം വരുന്നതും അവർ ഈ നാട്ടിലുള്ള കേരളീയ സമൂഹത്തിൽ ഇടപെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർ ഈ കേരളത്തിലെ ആളുകളുമായിട്ട് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ അവരുടേതായ സാഹിത്യ കൃതികളും അതുപോലെ സാഹിത്യ മേഖലകളിലുള്ള കാര്യങ്ങളുമൊക്കെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അതിലൂടെ അറബ് ലോകത്തുണ്ടായിരുന്ന കവിത, അതുപോലെ തന്നെ ഖുർആനിക സാഹിത്യം, അതുപോലെ ഹദീസ് സാഹിത്യം, അവരുള്ള പ്രസംഗകല, നാട്യകലകൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രൂപത്തിലുമുള്ള കലകളും ഈ കേരളത്തിലുള്ള ആളുകൾ അത് കണ്ട് മനസ്സിലാക്കുകയും അത് അതുപോലെ അനുകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചെന്ന് പറയപ്പെടുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല നാട്യകലകളുടെയും യഥാർത്ഥത്തിലുള്ള അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതൊക്കെ ഒരു പരിധിവരെ അറേബ്യൻ കലകളുടെ ഒരു അനുകരണ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ നാട്യകലയുമായി ബന്ധപ്പെട്ട ആളുകൾ പഠന വിധേയമാക്കിയിട്ട് തെളിവുകൾ സഹിതം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെ മേഖലകൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഒരുപാട് അനുകരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സാമ്യതകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സമൂഹം എന്ന് പറയുന്നത്, കേരളീയ സമൂഹം എന്ന് പറയുന്നത് വിവിധങ്ങളായ ആളുകളുമായി, പ്രത്യേകിച്ച് അറബികളായ ആളുകളുമായി ഇടപെട്ട് ജീവിച്ചത് കൊണ്ട് തന്നെ അറബി സാഹിത്യത്തിൻ്റെ ഒരു നല്ല ഭാഗം കേരളത്തിലേക്ക് പകർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിലെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഭാഷയെക്കുറിച്ചും വിവർത്തന സാഹിത്യത്തെക്കുറിച്ചും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടും കണക്ട് ചെയ്യുന്നൊരു ചോദ്യം, അറബി ഭാഷ മലയാള സാഹിത്യത്തിൽ നൽകിയ സ്വാധീനം ഷക്കീബ് സർ വിശദീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രചനകളാണ് അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്? മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട അറബി രചനകളുടെ എണ്ണം അത് 100-നപ്പുറം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാനതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കോവിഡ് പശ്ചാത്തലത്തെ അതിൻ്റെ തിരക്ക് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു പശ്ചാത്തലവും മറ്റു കാര്യങ്ങളിൽ നിന്ന് ആളുകൾ മാറി നിന്നപ്പോൾ ആ ഒരു സമയം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ രചനകളുടെ എണ്ണം കണക്കാക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ അന്ന് 100-ലേറെ രചനകളുള്ളതായിട്ടാണ് കണക്കാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധേയമായ ഒരുപാട് രചനകൾ ഈ 100 എണ്ണത്തിനകത്ത് പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാൻ നേരത്തെ കഴിഞ്ഞ സമയത്ത് സൂചിപ്പിച്ചൊരു കാര്യം, ആദ്യ കാലഘട്ടത്തിൽ പി മുഹമ്മദ് കുട്ടിശ്ശേരി അദ്ദേഹം നിർവഹിച്ച പതിരാക്കുയിലിൻ്റെ രാഗമായിരിക്കാം പിന്നെ ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയ രചനകളുടെ കൂട്ടത്തിൽ ഡയറക്റ്റ് വന്നതിൽ. അതേപോലെ തന്നെ അറബിപ്പൊന്ന് എന്ന പേരിലുള്ള മറ്റൊരു രചന, ഇതൊക്കെ ഒരു തുടക്ക സമയത്തുള്ള പ്രധാനപ്പെട്ട രചനകളാണ്. പിന്നെ ഖലീലാബദ്ദിന് അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നു. അതേപോലെ തന്നെ ഒരുപാട് രചനകൾ, ഷിഹാബ് ഖാനിമിൻ്റെ രചനകൾ ഒത്തിരി മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. നജീബ് മഹ്ഫൂദിൻ്റെ രചനകൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഔലാദു ഹാറത്തിനെ പോലെ. അതേപോലെ ഒരുപാട് രചനകൾ, അതൊരു എണ്ണം കണക്കാക്കുമ്പോൾ അത് ഒരു വലിയ പരമ്പര തന്നെ ആ കൂട്ടത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇത് വളരെ സജീവമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആധുനിക സാഹിത്യത്തിൽ പറയുമ്പോൾ ജോഹാൽ ഹാരിസിയുടെ രചനകൾ, അതേപോലെ തന്നെ പല ആളുകളും വളരെ സജീവമായിട്ട് അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഞാനും ചെറിയ രീതിയിൽ ഈ വിവർത്തനത്തിൽ ഇടപെട്ട ഒരാളാണ്. ഏകദേശം ഒരു 7ഓളം രചനകൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നുള്ള സാഹിത്യകാരി സമീർ ഉബൈദിൻ്റെ വഷ്മുൻ ഹാരിബും മിനത്തീൻ എന്നൊരു രചന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു, മണലിൽ നിന്ന് രക്ഷപ്പെട്ട കുത്തുപണി എന്ന പേരിൽ. അതേപോലെ ഖത്തറിലെ മറ്റൊരു സാഹിത്യകാരനാണ് ജമാൽ ഫായിസ്. അദ്ദേഹത്തിൻ്റെ രചനയുണ്ട് യൗമുൽ ഈദ് എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരം, അത് അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതേപോലെ ഖത്തറിലെ മറ്റൊരു സാഹിത്യകാരിയാണ്, ബാലസാഹിത്യത്തിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു സാഹിത്യകാരിയാണ് ഹിസ്സ അൽ അവലി. അവരുടെ രചന ഗസ്ലാൻ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹെസ്സ എന്ന് പറയുന്ന നാടകം UAE-യിൽ നിന്ന് വന്നതാണ്. അത് ആ ഒരു രചന നിർവഹിച്ചത് ഫാത്തിമ അൽ മസ്റുഇയാണ്. അവരുടെ രചനയും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു.
അതേപോലെ ഹാഷിം മഹമ്മൂദ് ഹസന്റെ 2 രചനകൾ. അദ്ദേഹം ഒരു എരിത്രിയൻ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഷിത ഉ അസ്മറ, അസ്മറയിലെ ശൈത്യകാലം എന്ന പേരിലും, അതേപോലെ മുസാഫിറുൻ സാദുഹു അൽ ഖുറ എന്ന് പറയുന്ന ഒരു രചന, കാൽപന്ത് തീർത്ത വിസ്മയം എന്ന പേരിൽ, അത് മുഹമ്മദ് സലാഹിന്റെ ജീവചരിത്രം പരാമർശിക്കുന്ന ചെറുകഥാ സമാഹാരമാണ്. അതേപോലെ ഒമാനിലെ സാഹിത്യകാരിയുണ്ട് ഡോക്ടർ വഫ ഷംസി, അവരുടെ രചനയുണ്ട് ലൻ അഖ്സർ എന്ന് പറയുന്ന ഒരു നാടകം, അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ നിർണായകമായ സംഭാവന അർപ്പിച്ച ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശ്രേണിയിലെ ആധുനിക കാലഘട്ടത്തിലുള്ള ഡോക്ടർ ഷംനാദ് സാറാണ്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി കോളേജിലെ അറബി വകുപ്പ് മേധാവി കൂടെയാണ്. ആബിദ് സർ വിവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. ധാരാളം ഗ്രന്ഥങ്ങൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സജീവമായിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു മേഖല കൂടെയാണ് വിവർത്തന സാഹിത്യം. അപ്പോൾ വരുന്നൊരു സംശയമുണ്ട്, കേരളത്തിൻ്റെ സാംസ്കാരിക പുരോഗതിയിൽ ഇവയ്ക്കുള്ള റോള് എന്താണ്? എന്തൊക്കെ സംഭാവനകളാണ് അറബി ഭാഷ കേരളത്തിൻ്റെ സാംസ്കാരിക പുരോഗതിയിൽ നൽകിയിട്ടുള്ളത്? അറബി ഭാഷ കേരളത്തിലെ സാഹിത്യ മേഖലകളിൽ ധാരാളം സംഭാവനകൾ അർപ്പിച്ചതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പരാമർശിക്കുകയുണ്ടായി. സ്വാഭാവികമാണ്, സാഹിത്യം ഒരു മേഖലകളിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അതോടുകൂടി അല്ലെങ്കിൽ അതോടൊപ്പം അവിടുത്തെ സംസ്കാരവും അവിടേക്ക് ചേക്കേറുക എന്നുള്ളത് സാധാരണ എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നിപ്പം നമ്മൾ പരിശോധിക്കുകയാണ്, നമ്മുടെ കേരളത്തിൻ്റെ ചുറ്റുപാടുകളിലുള്ള എല്ലാ രൂപത്തിലുമുള്ള സംസ്കാരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ അതൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിലെ സംസ്കാരവുമായിട്ടതൊരു സാമ്യതയുണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സംസ്കാരം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അറേബ്യൻ സംസ്കാരവുമായി ധാരാളം സാമ്യതകൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. വൈവാഹിക മേഖലകളിൽ നോക്കൂ നിങ്ങൾ, വൈവാഹിക മേഖലകളിൽ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആചാരങ്ങളും അറേബ്യൻ ആചാരങ്ങളും സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല, നമ്മുടെ ഭക്ഷ്യ സംസ്കാരം നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ നമ്മുടെ ഭക്ഷണക്രമങ്ങളും ഭക്ഷണ ഇനങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും അതിൻ്റെ പാചക കലയുമൊക്കെ ഈ അറബ് സാഹിത്യവുമായി അറബ് സംസ്കാരവുമായി ഏറെ ബന്ധമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വസ്ത്രധാരണ രീതികൾ. അറബികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇന്ന് കേരളത്തിലെ മിക്ക ആളുകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വസ്ത്രങ്ങളുടെയൊക്കെ ചരിത്രങ്ങളിലേക്കോ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കോ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ വളരെ വ്യക്തമാണ്, അറബ് നാടുകളിൽ നിന്നാണ് ഈ രൂപത്തിലുള്ള ഒരു വസ്ത്രധാരണ സംസ്കാരം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സംസാര ശൈലികളാണ് എങ്കിലും നമ്മുടെ ചിന്താഗതികളാണ് എങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏതേത് മേഖലകളാണ് എങ്കിലും അതിനൊക്കെ തന്നെ ഈ രൂപത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി നമ്മുടെ നിർമ്മാണ കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇവിടുത്തെ തച്ചുശാസ്ത്ര കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുനാരങ്ങളും പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ഈ രൂപത്തിലുള്ള സാംസ്കാരികമായ ഒരു കൈമാറ്റം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം എന്ന് പറയുന്നത്, കേരളത്തെ സാധാരണ അറബികൾ പറയാറുള്ളത് ഖൈറുള്ള എന്നുള്ള പദം ലോപിച്ചാണ് അത് കേരള എന്നായി മാറിയിട്ടുള്ളത്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സാധാരണ പറയാറുണ്ട്, നമ്മുടെ ടൂറിസം മേഖലകളിലൊക്കെ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് സാധാരണ ആളുകൾ പറയാറുണ്ട്, ദുന്യാവിൽ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും സ്വർഗമുണ്ട് എങ്കിൽ അത് കേരളത്തിലാണ് എന്ന് പറയുന്നത് തന്നെ ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. വിവർത്തന സാഹിത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴുള്ള വിവർത്തന സാഹിത്യ രംഗം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ വളർച്ച, അതിലിപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു സാഹിത്യ രംഗം എങ്ങനെയാണുള്ളത്? മലയാളത്തിൽ നിന്ന് ഒത്തിരി രചനകൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 60-ലേറെ രചനകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ തുടക്കം 1965 ഡോക്ടർ മുഹിദ്ദീൻ ആലുവായി നിർവഹിച്ച ചെമ്മീൻ എന്ന രചനയിലൂടെയാണ്. അതിനുശേഷം 1989 വീണപൂവ് എന്ന രചനയുടെ വിവർത്തനം അസ്സഹറത്തു സാഖിത എന്ന പേരിൽ അബൂബക്കർ മൗലവി നന്മണ്ട് നിർവഹിക്കുകയുണ്ടായി. അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ തലമുറയിൽപ്പെട്ട ഒത്തിരി ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് സജീവമാകുന്നതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പല വിവർത്തനങ്ങളും ഇംഗ്ലീഷ് വഴിയിലൂടെ അറബിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ വലിയ റോളുകൾ നിർവഹിച്ചത്
ഷിഹാബ് പോനിമിനെ പോലെ അദ്ദേഹം സച്ചിദാനന്ദൻ്റെ ഒത്തിരി രചനകൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതേപോലെ MTയുടെ കാലം എന്ന് പറയുന്ന രചന അത് ഇംഗ്ലീഷ് വഴി അറബിയിലേക്ക് എത്തിയ വിവർത്തനമായിരുന്നു. അതേപോലെ തന്നെ BM സുഹറയുടെ മൊഴി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട രചന അത്തൊലാഖ് എന്ന പേരിൽ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇതിലൊക്കെ വലിയ അത് നിർണായകമായ സംഭാവനകൾ അർപ്പിച്ച ആളുകൾ മലയാളികൾ തന്നെ ആയിരുന്നു എന്നതോടൊപ്പം തന്നെ പല പ്രസിദ്ധരായ ആളുകളും അറബ് ലോകത്തുള്ള ശ്രദ്ധേയരായ വിവർത്തകരാണ്. ഷെഹർ ഷഷ്കീലിയെ പോലെ, മുഹമ്മദ് എയ്ദ് ഇബ്രാഹിമിനെ പോലെയുള്ള പ്രസിദ്ധരായ ആളുകളൊക്കെ ഇതിൽ വലിയ സ്വാധീനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പുതിയ തലമുറയിലേക്ക് വരുന്ന സമയത്ത് അയ്യാമുൽ മായിസ് ആടുജീവിതത്തെ അറബിയിലേക്ക് കൊണ്ടുവന്നത് മുഹമ്മദ് സുഹൈൽ വാഫിയാണ്. മാത്രമല്ല ഈ ഒരു മേഖലയിൽ ഒത്തിരി ആളുകൾ കൈവക്കുകയും വളരെ നിർണായകമായ രീതിയിലുള്ള പല രചനകൾ MTയുടെ 4 കെട്ടടക്കമുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലി പോലെയുള്ള മതിലുകൾ പോലെയുള്ള പല രചനകളും അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു എണ്ണം കണക്കാക്കുമ്പോൾ ഒരു 60-ലേറെ രചനകൾ ഈ ശ്രേണിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് പരാമർശിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. വിവർത്തന സാഹിത്യ മേഖലകളിലെ വളർച്ചയെ സംബന്ധിച്ചും അതിൻ്റെ വികാസത്തെ സംബന്ധിച്ചും പറയുകയുണ്ടായല്ലോ. വിവർത്തന മേഖലയിലെ പ്രമുഖരെ ഒന്ന് പരിചയപ്പെടുത്താമോ? വിവർത്തന രംഗത്ത് ഒത്തിരി ആളുകൾ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. 1965 ഏറെക്കുറെ ഈ ഒരു മേഖലയിലേക്ക് മുന്നോട്ട് വരികയും വ്യവസ്ഥാപിതമായ വിവർത്തകനായിട്ട് വന്നത് ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവയാണ്. അതിനുശേഷം പ്രൊഫസർ P. മുഹമ്മദ് കുട്ടശ്ശേരി, അതേപോലെ തന്നെ അബൂബക്കർ മൗലവി നന്മണ്ട, KM താനേരി, MK നാലകത്ത് വളരെ സജീവമായിട്ട് വിവർത്തനത്തിൽ ഇടപെട്ട ആളുകളാണ്. എന്നാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വിവർത്തന രംഗത്ത് സജീവമായ ആളുകൾ അറബ് ലോകത്തു നിന്നുള്ള വിവർത്തകരായ ആളുകളുണ്ട്, അതേപോലെ തന്നെ മലയാള ദേശത്തുള്ള ആളുകളുമുണ്ട്. പ്രത്യേകിച്ച് അറബ് ലോകത്ത് എന്ന് പറയുമ്പോൾ മുഹമ്മദ് ഈദ് ഇബ്രാഹിമിനെ പോലെ, ഷെഹർ ഷഷ്കീലിയെ പോലെ പ്രസിദ്ധരായ ആളുകളും അവർ ഇന്നും വിവർത്തന രംഗത്ത് വളരെ സജീവമായിട്ട് ഇടപെടുന്നവരാണ്. മലയാളികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അറബിയിലേക്ക് കൊണ്ടുപോയ വിവർത്തകർ എന്ന കാറ്റഗറിയിൽ പെടുമ്പോൾ മുഹമ്മദ് സുഹൈൽ വാഫിയെ പോലെ ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ പല രചനകളും അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലേക്ക് വിവർത്തനം വന്ന കൂട്ടത്തിൽ അതിൽ കുട്ടശ്ശേരി മൗലവിയാണ് ആദ്യ മേഖലയിൽ സജീവമായിട്ട് ഇടപെട്ട ഒരാൾ. അതേപോലെ TK ഉബൈസ് സാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവർത്തകനാണ് SA കുദ്സി. അദ്ദേഹത്തിൻ്റെ വിവർത്തനം ഇംഗ്ലീഷ് വഴിയിലൂടെയാണ് മലയാളത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് വിലപ്പെട്ട ശ്രദ്ധേയമായ ഒത്തിരി രചനകൾ അദ്ദേഹം ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു വിവർത്തകനാണ് ഡോക്ടർ M. ഷംനാദ്. അദ്ദേഹം ഇന്നും ഈ ഒരു മേഖലയിൽ ചുരുങ്ങിയ കാലയളവിനകത്ത് ഒത്തിരി വിവർത്തനങ്ങൾ ചെയ്ത ശ്രദ്ധേയനായ ഒരു വിവർത്തകനാണ്. അതേപോലെ ഡോക്ടർ അബ്ദുറഹ്മാൻ ആദർശേരി, അദ്ദേഹത്തിനും ഒരു 5ഓളം വിവർത്തനങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട്. പേരുകൾ കണക്കാക്കുമ്പോൾ ഒത്തിരി പേരുകൾ നമുക്ക് ഈ ഒരു മേഖലയിൽ കാണാൻ സാധിക്കും. അറബി ഭാഷ ലോകത്ത് വളരെയധികം വേഗത്തിലും എല്ലാ നാടുകളിലും വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണല്ലോ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഷാ പഠനത്തിന് ലോകത്ത് ഏതെല്ലാം സാധ്യതകളാണ്, എന്തെല്ലാം രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് ഉള്ളത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ഈ ടെക്നോളജിയൊക്കെ ഇത്ര വളർന്ന ഈ ഒരു സമയങ്ങളിൽ ഭാഷാ പഠനത്തിനുള്ള സാഹചര്യങ്ങൾ, സാധ്യതകൾ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് വ്യവസ്ഥാപിതമായ പഠനങ്ങൾ ഉള്ളത് എന്നുള്ളത് ലോകത്തെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും പ്രധാനപ്പെട്ട നമ്മൾ മോഡേൺ അല്ലെങ്കിൽ ഫാസ്റ്റ് ഗ്രോവിങ് രാജ്യങ്ങൾ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക പോലെയുള്ള അതേപോലെ തന്നെ പൗരസ്ത്യ ദേശങ്ങളിലും ഭാഷാ പഠനത്തിന് അറബി ഭാഷയ്ക്ക് വ്യവസ്ഥാപിതമായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പോലും ഇന്ത്യയിലെ 100-ലധികം ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ വ്യവസ്ഥാപിതമായിട്ട് അറബിക് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. JNU പോലെയുള്ള, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെയുള്ള, അല്ലെങ്കിൽ ജാമിയ മില്ലിയ, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റികളിൽ എല്ലാ സ്ഥലങ്ങളിലും അറബിക് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ കോളേജ് തലം വരെ ഏകദേശം 12 ലക്ഷത്തോളം ആളുകൾ അറബിക് ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്.
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറബിക് ഭാഷ താല്പര്യമുള്ള ഒരാൾക്ക് പഠിക്കുവാനും ഭാഷയിൽ എന്തെങ്കിലും സേവനം അർപ്പിക്കുവാനും ഭാഷാ ചരിത്രവും സാഹിത്യവും മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും വ്യവസ്ഥാപിതമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിലൊക്കെ ഒന്ന് നമുക്കൊന്ന് ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, ആധുനിക കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ കാലഘട്ടങ്ങളിൽ ധാരാളം സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഭാഷാ പഠനത്തിന് ഏറ്റവും നല്ല സാഹചര്യങ്ങൾക്കും സമയത്തിനും അനുസരിച്ചുള്ള ഒരു സംവിധാനം പല സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിലൂടെയും നൽകുന്നുണ്ട് എന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. താങ്കളിപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ഈ അറബി ഭാഷക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ധാരാളം പഠന സാധ്യതകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലകളിലും ഇതിന് വലിയ സാധ്യതകൾ സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. എവിടെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ തൊഴിൽ മേഖലകളിലാണ് അറബി ഭാഷയ്ക്ക് വലിയ സാധ്യതകളുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ചർച്ചയുടെ മർമ്മം എന്നുള്ളത് ഈ ഒരു ചോദ്യത്തിലേക്കാണ് മടങ്ങുന്നത്. സാഹിത്യ രചനയും അതുപോലെ തന്നെ വിവർത്തനവും നമ്മൾ മനസ്സിലാക്കി, അതിലെ സാധ്യതകളും മനസ്സിലാക്കി. ജോലി സാധ്യത ഒരു ഭാഷ എന്നുള്ള രീതിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഈ ഒരു ചോദ്യം ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ഈ ഒരു ഭാഷാ പഠന വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ പഠിക്കുന്ന സമയങ്ങളിൽ നമുക്ക് അറിവുണ്ടായിരുന്ന മേഖല ഒന്ന് ടീച്ചിങ് മേഖലയായിരുന്നു, രണ്ടാമത്തേത് ട്രാൻസ്ലേഷൻ ആയിരുന്നു. ഈ രണ്ട് മേഖലകളിൽ മാത്രമായിരുന്നു നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ അറിവുണ്ടായിരുന്നത്. എന്നാൽ ടെക്നോളജിയുടെയൊക്കെ വളർച്ച കാരണവും വിദ്യാർത്ഥികൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ പഠനത്തിനും പോകുന്നതും കാരണം ഈ ഭാഷയുടെ നമ്മുടെ ജോലി സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന മേഖലകൾ കണ്ടെത്തുകയും ഇന്ന് നമ്മുടെ കുട്ടികളടക്കം വ്യത്യസ്തമായ MNCകളിൽ ഭാഷയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ഡെവലപ്മെന്റ് നമ്മുടെ ഒരു ഏത് കമ്പനികൾക്കും ആവശ്യമുള്ളതാണ് കണ്ടന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ, മലയാളികളായ വിദ്യാർത്ഥികൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ വിപ്രോ അടക്കമുള്ള, ഫേസ്ബുക്ക് അടക്കമുള്ള, യൂട്യൂബ് അടക്കമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ആമസോൺ പോലെയുള്ള കമ്പനികൾ ജോലി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് നൽകുന്നത്. ഇത്തരം കമ്പനികളിൽ ചെറിയ ഒരു ജോലി എന്നുള്ളതിനപ്പുറം വലിയ വലിയ തസ്തികകളിലും അറബിക് പഠിച്ച കുട്ടികൾ ജോലി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമാണ്. ഇതുപോലെ തന്നെ ഇതൊരു ചെറിയ ഒരു ഉദാഹരണം മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ധാരാളം ജോലികൾ ഇത്തരം മേഖലകളിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ഭാഷാ വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ചർച്ചയുടെ അവസാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആധുനിക തലമുറ ഇപ്പോൾ പ്രത്യേകിച്ച് ടെക്നോളജിയൊക്കെ വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവർ എങ്ങനെയാണ് ഗവേഷണം അല്ലെങ്കിൽ ഭാഷാ പഠനം, സാഹിത്യം, വിവർത്തനം ഈ ഒരു തലത്തെ എങ്ങനെയാണ് പുതുതലമുറ നോക്കിക്കാണുന്നത്? അറബി ഭാഷ സാഹിത്യ വിവർത്തക രംഗത്ത് പുതിയ തലമുറ വളരെ ശ്രദ്ധേയമായ സേവനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയിൽ പഠിതാക്കളായിട്ട് ഒത്തിരി ആളുകളുണ്ട്. പല കുട്ടികളും അവരുടെ ഹയർ ഓപ്ഷനുകൾ അറബിക്കാണ് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. കാരണം അവർ മുൻ കോഴ്സുകളിലൊക്കെ അവർക്ക് വളരെ ഉയർന്ന മാർക്കുണ്ടെങ്കിൽ പോലും അവർക്ക് മറ്റു കോഴ്സുകളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർ ഫസ്റ്റ് ഓപ്ഷൻ അറബിക്ക് തിരഞ്ഞെടുത്ത് വരുന്ന കുട്ടികളുടെ ഒരു സാന്നിധ്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ സാഹിത്യരംഗത്തും സജീവമാണ്. പുതിയ തലമുറ അവർ ഒത്തിരി രചനകൾ, ചെറിയത് മുതൽ തുടങ്ങിയ വലിയ രചനകൾ വരെ അവർ നിർവഹിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അറബ് ലോകത്തും ഇതിൻ്റെതായ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ പല വർക്കുകളും പുറത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഇതിനോട് ചേർത്ത് പറയേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ സാഹിത്യത്തിൽ ഇപ്പോൾ ഒരു ആഗോള തലമുറ നോക്കുമ്പോൾ അറബി സാഹിത്യത്തിൽ നജീബ് മഹ്ഫൂദിന്റെ പുരസ്കാരത്തിന് ശേഷം ഒരുപാട് പുരസ്കാരങ്ങൾ ജനറലായ തസ്തികകളിൽ നിന്ന് അല്ലെങ്കിൽ ജനറലായ മേഖലയിൽ നിന്ന് അറബി സാഹിത്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു സാഹിത്യ മേഖല നോക്കുകയാണെങ്കിൽ ബുക്കർ പ്രൈസ് അത് അറബിക് സാഹിത്യ രചനയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ജോഹൽ ഹാരിസിയുടെ സയ്യിദാത്തുൽ ഖമർ അത് ഒമാൻ ബേസ് ചെയ്തുള്ള സാഹിത്യമാണ്. അതേപോലെ ഖത്താറ എന്ന് പറയുന്ന ഖത്തർ നൽകുന്ന പ്രസിദ്ധമായ ഒരു പുരസ്കാരമുണ്ട്. അത് ബുഷറ ഖൽഫൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരിക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് ഒമാൻ ബേസ് ചെയ്തുള്ള ഒരു സാഹിത്യകാരിയാണ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട
ഒരു പുരസ്കാരമാണ് അറബ് ബുക്കർ പ്രൈസ് എന്നുള്ളത്. അതും കിട്ടിയിട്ടുള്ളത് ഒമാനിലെ സാഹിത്യകാരനായ സെഹ്റാൻ അൽ കാസിമിക്കാണ്. ഇപ്പം ഇന്നൊരു സാഹിത്യ മേഖല നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു ഒമാൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊക്കെ കുട്ടികൾ അത് വായിച്ചെടുക്കുന്നു, മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വിവർത്തനത്തിലും പുതിയ തലമുറ മോശമൊന്നുമല്ല. പല കുട്ടികളും അവരുടെ ഡിഗ്രിയുടെ പ്രോജക്റ്റുകൾ, അതേപോലെ തന്നെ MA പ്രോജക്റ്റുകൾ അവർ തിരഞ്ഞെടുക്കുന്ന വിവർത്തനമാണ്. അത് വീണ്ടും പരിഷ്കരിച്ച് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അത് രചനകളാക്കിയിട്ട് അല്ലെങ്കിൽ വിവർത്തനത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. പുതിയ തലമുറ വിദ്യാഭ്യാസ മേഖലയിലും അവർ ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് കേരളം വിട്ട്, ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. സാഹിത്യം നന്നായിട്ട് വായിക്കുന്നുണ്ട്, സാഹിത്യ രചനകൾ ഇടപെടുന്നുണ്ട്, വിവർത്തനത്തിലും മോശമല്ലാത്ത രീതിയിൽ അവർ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മൊത്തത്തിൽ പറയുമ്പോൾ സാഹിത്യരംഗത്തും ഭാഷാരംഗത്തും വിവർത്തന രംഗത്തും വളരെ ശ്രദ്ധേയമായ ഒരു സേവനങ്ങളാണ് പുതിയ തലമുറ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കും. നമ്മുടെ ചർച്ചയിൽ ഭാഷയിൽ നിന്ന് തുടങ്ങി സാഹിത്യത്തിൻ്റെ വിവിധ ഇനങ്ങളും അതിൻ്റെ വളർച്ചയും അതോടൊപ്പം തന്നെ വിവർത്തനത്തിൻ്റെ തലങ്ങളൊക്കെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നു ചേരുകയുണ്ടായി. ഭാഷയുടെ ഒരു ഉത്ഭവം മുതൽ, സെമിറ്റിക് ലാംഗ്വേജ് മുതൽ അതിൻ്റെ കാലഘട്ടാടിസ്ഥാനത്തിലുള്ള അതിൻ്റെ വളർച്ചയും, അതേപോലെ ആ കാലഘട്ടത്തിലൊക്കെ രചിക്കപ്പെട്ട രചനകളും, അതേപോലെ ഈ അറബി ഭാഷയുടെ ആഗോള പ്രസിദ്ധിയും, അതേപോലെ തന്നെ വാണിജ്യ മേഖലകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചർച്ചയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കുട്ടികൾ തന്നെ, മലയാളികളായ കുട്ടികൾ തന്നെ പല കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മൾട്ടിനാഷണൽ കമ്പനികളിലും അതേപോലെ തന്നെ മറ്റു മേഖലകളൊക്കെ ശ്രദ്ധേയമായ സേവനങ്ങളും വിവർത്തക രംഗത്തും വളരെ സജീവമാണ്. അതേപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവർ ഇന്ത്യ വിട്ട് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ സജീവമായിട്ട് ഇടപെടുകയും പഠിക്കുന്നവരുമാണ് എന്നുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ ചേർത്ത് പറയേണ്ട കാര്യമാണ്. അതേപോലെ ഈ വിദ്യാർത്ഥികൾ തന്നെ മികച്ച സാഹിത്യ രചനകൾ, അതായത് ലോകത്താളക്രമത്തോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാഹിത്യ രചനകളിലും അവർ പങ്കാളികളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ വിവർത്തനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു പുതിയ തലമുറ അവരുടെ പ്രോജക്റ്റുകൾ വരേക്കും വിവർത്തനം തിരഞ്ഞെടുത്തിട്ട് വിവർത്തക മേഖലയിലും അവർ സജീവമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രയും അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു ചേരുന്നു. വിദേശ തലത്തിലും അതേപോലെ സ്വദേശത്തും ഒരുപാട് അവസരങ്ങൾ ഇത് മുഖേന കൈവരുന്നു എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പുതിയ തലമുറയെ ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത്.